ഹായ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ കോഡ് 77/2022 10th പ്രിലിംസിന്റെ 6th സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ലാസ്റ്റ് പാർട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ എല്ലാം PDF-ഉം PSCയുടെ ഫൈനൽ ആൻസർ കീ ഉൾപ്പെടെ ഞാൻ PYQ സ്റ്റഡി സ്റ്റുഡിയോ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ PDF ആവശ്യമുള്ളവര് ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ 60 ക്വസ്റ്റ്യൻസ് വരെയാണ് ചെയ്തിരുന്നത്. 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാരിയെല്ലിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? വാരിയെല്ലിലെ ആകെ അസ്ഥികളുടെ എണ്ണം 24. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ എത്രയാണ്? 206. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളെ നമ്മൾ അക്ഷാസ്ഥി കൂടമെന്നും അനുബന്ധ അസ്ഥി കൂടമെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതില് അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80-ഉം അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 126-ആണ്. അങ്ങനെ മൊത്തം 206. അക്ഷാസ്ഥികൂടത്തിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? തലയോട്, മാറെല്ല്, വാരിയെല്ല്, നട്ടെല്ല്. അപ്പൊ അക്ഷാസ്ഥികൂടത്തിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? തലയോട്, മാറെല്ല്, വാരിയെല്ല്, നട്ടെല്ല്. അതിൽ തലയോടിലെ അസ്ഥികളുടെ എണ്ണം എത്രയാ? തലയോടിലെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാല് 29. ഏതൊക്കെയാണത്? മുഖത്തെ 14 അസ്ഥികള്, കപാലത്തിലെ 8 അസ്ഥികള്, ചെവികളില് 2-ലും കൂടെ 6 അസ്ഥികള്, പിന്നെ നാവിന്റെ ചുവട്ടിലായിട്ട് U ആകൃതിയിലുള്ള ഹയോയിഡ് എന്ന് പറയുന്ന ഒരു അസ്ഥിയുണ്ട്. അങ്ങനെ 29 അസ്ഥികള്. മുഖത്ത് 14, കപാലത്തിൽ 8, ചെവികളിൽ 6, ഹയോയിഡ് 1. അങ്ങനെ 29 അസ്ഥികളാണ് തലയോടില്. പിന്നെയോ അക്ഷാസ്ഥികൂടത്തിൽ വരുന്നതാണ് മാറെല്ല്. ഒരു മാറെല്ലാണ് ഉള്ളത്. ഇനി വാരിയെല്ലുകൾ. വാരിയെല്ലുകൾ എത്ര എണ്ണമാണ്? 24. നട്ടെല്ല്. നട്ടെല്ല് അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 26. അങ്ങനെ മൊത്തം 80 അക്ഷാസ്ഥികളാണുള്ളത്. അനുബന്ധ അസ്ഥികളിൽ വരുന്ന ഏതൊക്കെയാണ്? കൈകൾ, കാലുകൾ, തോളെല്ല്, ഇടുപ്പെല്ല്. ഇവയിലെ അസ്ഥികളാണ് അനുബന്ധ അസ്ഥികളിൽ വരുന്നത്. കൈകളില് ഒരു കൈയിലും 30 വെച്ചിട്ട് 2 കൈയിലും കൂടെ 60 അസ്ഥികൾ. അതുപോലെ തന്നെ കാലിലും ഒരു കാലിലും 30 വെച്ചിട്ട് 2 കാലിലും കൂടെ 60 അസ്ഥികൾ. തോളെല്ല് 4 എണ്ണം, ഇടുപ്പെല്ല് 2. അങ്ങനെ മൊത്തം 126 അനുബന്ധ അസ്ഥികളുമാണ് നമുക്കുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചതാര്? ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായിട്ട് നിർമ്മിച്ചത് റെനെ ലെനാക്ക്. ഓപ്ഷൻ എ. കുറച്ച് കണ്ടുപിടുത്തങ്ങളെ ശാസ്ത്രജ്ഞന്മാരെ നമുക്ക് നോക്കാം. മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് ലൂവൻ ഹുക്ക് ആണ്. മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് ലൂവൻ ഹുക്ക്. ECG കണ്ടുപിടിച്ചത് ആരാ? ECG വില്യം ഐന്തോവൻ. EEG ആണെങ്കിൽ ഹാൻസ് ബെർജർ. ECG കണ്ടുപിടിച്ചത് വില്യം ഐന്തോവൻ. EEG ആണെങ്കിൽ ഹാൻസ് ബെർജർ. CT സ്കാൻ കണ്ടുപിടിച്ചത് ഗോഡ്ഫ്രീ ഹൗൺസ്ഫീൽഡ് ആണ്. CT സ്കാൻ ഗോഡ്ഫ്രീ ഹൗൺസ്ഫീൽഡ്. ഡയാലിസിസ് മെഷീൻ കണ്ടുപിടിച്ചത് വില്യം കോൾഫ് ആണ്. ഡയാലിസിസ് മെഷീൻ കണ്ടുപിടിച്ച ആരാണ്? വില്യം കോൾഫ്. 63ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏത്? പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ആശ്വാസകിരൺ. ഓപ്ഷൻ ബി. 64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേത്? ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നതാണ് ഏത്? സ്കർവി എന്ന് പറയുന്നത്. ഇനിയുടെ ഓപ്ഷനിൽ കണ തന്നിട്ടുണ്ട്. ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലമാണ് കണ? ജീവകം ഡി. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്. നിശാന്തത എന്തിന്റെ അപര്യാപ്തതയാണ്? ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്നതാണ് ഏതൊക്കെ? നിശാന്തത, അതുപോലെ തന്നെ സിറോഫ്താൽമിയയും ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്നതാണ്. വായ്പുണ്ണ് ജീവകം ബിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്നതാണ്. വായ്പുണ്ണ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ജീവകം ബിയുടെ അപര്യാപ്തത മൂലം. 65ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
താഴെ കൊടുത്തവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗമേത്? താഴെ കൊടുത്തവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം ഏതാണ് ഇതില്? ഇതില് കോളറ. ഈച്ച മൂലം പകരുന്ന രോഗമാണ് കോളറ. ലോകാരോഗ്യ ദിനം എന്നാ? ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. രോഗകാരികൾ അറിയപ്പെടുന്നത് പാത്തോജൻസ് എന്നാണ്. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പാത്തോളജി. രോഗകാരികൾ അറിയപ്പെടുന്നത് എന്താണ്? പാത്തോജൻസ്. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പാത്തോളജി. ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗമാണ് കുഷ്ഠം. ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗം ഏതാണ്? കുഷ്ഠം. ഏറ്റവും കൂടുതൽ ശിശുമരണത്തിന് കാരണമാകുന്ന രോഗം ന്യൂമോണിയയാണ്. ഏറ്റവും കൂടുതൽ ശിശുമരണത്തിന് കാരണമാകുന്ന രോഗം ഏതാണ്? ന്യൂമോണിയ. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. രോഗങ്ങളുടെ രാജാവ് ക്ഷയം. 66ാമത്തെ ക്വസ്റ്റ്യൻ. ആഗോളതാപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകം. തന്നിരിക്കുന്നതില് നൈട്രജൻ ആണ് ആഗോളതാപനത്തിന് കാരണമല്ലാത്തത്. നൈട്രസ് ഓക്സൈഡ്, മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം ആഗോളതാപനത്തിന് കാരണമാണ്. ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ പ്രതിഭാസമാണ് ആഗോളതാപനം. ആഗോളതാപനത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അന്തരീക്ഷത്തില് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നതാണ്. ആഗോളതാപനത്തെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സസ്യങ്ങൾ അല്ലെ. ആഗോളതാപനത്തെ ഒരു പരിധിവരെ തടയാനായിട്ട് സസ്യങ്ങൾ സഹായിക്കുന്നുണ്ട്. 67ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? വെണ്ട. വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ് തന്നിരിക്കുന്നത്. പയറിന്റെ ഏതൊക്കെയാണ് സങ്കര ഇനങ്ങള്? പയറിന്റെ സങ്കര ഇനങ്ങളാണ് മാലിക, ഭാഗ്യലക്ഷ്മി, ലോല, ജ്യോതിക. ഏതൊക്കെയാണ്? മാലിക, ഭാഗ്യലക്ഷ്മി, ലോല, ജ്യോതിക. ഇനി തക്കാളിയുടെ സങ്കര ഇനങ്ങളാണ് ശക്തി, മുക്തി, അക്ഷയ, അനഘ. തക്കാളിയുടെ ഏതൊക്കെയാണ്? ശക്തി, മുക്തി, അക്ഷയ, അനഘ. വഴുതനയുടെ സങ്കര ഇനങ്ങളാണ് സൂര്യ, നീലിമ, ശ്വേത, ഹരിത, വൈശാലി, വിശാൽ. വഴുതനയുടെ ഏതൊക്കെയാണ്? സൂര്യ, നീലിമ, ശ്വേത, ഹരിത, വൈശാലി, വിശാലൊക്കെ വഴുതനയുടെ സങ്കര ഇനങ്ങളാണ്. 68ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. വെളുത്തുള്ളി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? വെളുത്തുള്ളി ഗവേഷണ കേന്ദ്രം ഇടുക്കി ജില്ലയിലെ വട്ടവടയിലാണ്. വെളുത്തുള്ളി ഗവേഷണ കേന്ദ്രം ഇടുക്കി ജില്ലയിലെ വട്ടവടയില്. സുഗന്ധഭവൻ പാലാരിവട്ടം. സുഗന്ധഭവൻ എവിടെയാണ്? പാലാരിവട്ടത്ത്. ഏലം ലേല കേന്ദ്രം എവിടെയാണ്? ഏലം ലേല കേന്ദ്രം അത് ഇടുക്കി ജില്ലയില് വണ്ടൻമേടില്. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര. തൃശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിലാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം. കുരുമുളക് ഗവേഷണ കേന്ദ്രം കണ്ണൂർ ജില്ലയിലെ പന്നിയൂര്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂര്, കണ്ണൂർ ജില്ല. 69ാമത്തെ ക്വസ്റ്റ്യൻ. പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്? പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? അനിൽ അഗർവാൾ. ഓപ്ഷൻ ബി, അനിൽ അഗർവാൾ. ചിപ്കോ മൂവ്മെന്റിന് നേതൃത്വം നൽകിയതാണ് സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ മൂവ്മെന്റിന് നേതൃത്വം നൽകിയതാരാണ്? സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം മരത്തെ ആലിംഗനം ചെയ്യുക. ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മരത്തെ ആലിംഗനം ചെയ്യുക. 70ാമത്തെ ക്വസ്റ്റ്യൻ. സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്.
സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1984 ഉദ്ഘാടനം ചെയ്യുന്ന ആരാ? അത് രാജീവ് ഗാന്ധി 1985. സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. എന്താ അറിയപ്പെടുന്നത്? സൈരന്ധ്രി വനം. ഇതിന് സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാണ് ആര്? റോബർട്ട് വൈറ്റ്. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാണ് റോബർട്ട് വൈറ്റ്. സൈലന്റ് വാലിയെ ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചത് 2007. സൈലന്റ് വാലിയെ ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചതെന്നാണ് 2007. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാ? നീലഗിരി ബയോസ്ഫിയർ റിസർവ്. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് നീലഗിരി. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഏത്? തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. 71ാമത്തെ ക്വസ്റ്റ്യൻ, ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏത്? ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏതാണ് ഇതില്? ബോക്സൈറ്റ് അല്ലെ. ബോക്സൈറ്റ് ഏതിന്റെയാ? അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ് ഒക്കെ. ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറ്റൈറ്റ് ഒക്കെ എന്തിന്റെയാണ്? ഇരുമ്പിന്റെ ധാതുക്കളാണ്. ആഹാര പദാർത്ഥങ്ങൾ പൊതിഞ്ഞു സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാ? ആഹാര പദാർത്ഥങ്ങൾ പൊതിഞ്ഞു സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയം. ഏതാണ്? അലൂമിനിയം. തീ അണയ്ക്കുവാൻ ഉപയോഗിക്കുന്ന അലൂമിനിയം സംയുക്തമാണ് ആലം. തീ അണയ്ക്കുവാൻ ഉപയോഗിക്കുന്ന അലൂമിനിയം സംയുക്തം ആലം. 72ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. ബിത്തിയോനൽ ആന്റിസെപ്റ്റിക് ആണ്. 2. സെക്കനാൽ ആന്റിസെപ്റ്റിക് ആണ്. 3. ഫിനോൾ ഡിസിൻഫെക്റ്റന്റ് ആണ്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 3ഉം. ഓപ്ഷൻ സി. ബിത്തിയോനൽ ആന്റിസെപ്റ്റിക് ആണ്. ഫിനോൾ ഡിസിൻഫെക്റ്റന്റ് ആണ്. സൂക്ഷ്മജീവികളെ കൊല്ലുകയോ അവയുടെ വളർച്ചയെ തടയുകയോ ചെയ്യുന്ന രാസവസ്തുക്കളാണ് ആന്റിസെപ്റ്റിക്കുകളും ഡിസിൻഫെക്റ്റന്റുകളും. സൂക്ഷ്മജീവികളെ കൊല്ലുകയോ അവയുടെ വളർച്ചയെ തടയുകയോ ചെയ്യുന്ന രാസവസ്തുക്കളാണ്. ആന്റിസെപ്റ്റിക് കണ്ടുപിടിച്ചത് ജോസഫ് ലിസ്റ്റർ ആണ്. ആന്റിസെപ്റ്റിക് കണ്ടുപിടിച്ച ആരാണ്? ജോസഫ് ലിസ്റ്റർ. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ആന്റിസെപ്റ്റിക് ആണ് ഡെറ്റോള്, ഫ്യൂറാസിൻ, സോഫ്രാമൈസിൻ. ഇതൊക്കെ ആന്റിസെപ്റ്റിക്കുകൾക്ക് ഉദാഹരണമാണ്. ഏതൊക്കെയാണ്? ഫ്യൂറാസിൻ, സോഫ്രാമൈസിൻ. ആന്റിസെപ്റ്റിക് ഗുണങ്ങൾ ലഭിക്കാൻ വേണ്ടി സോപ്പിനോടൊപ്പം ചേർക്കുന്നതാണ് ബിത്തിയോനൽ. ആന്റിസെപ്റ്റിക് ഗുണങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് സോപ്പിനോടൊപ്പം ചേർക്കുന്നതാണ് എന്ത്? ബിത്തിയോനൽ എന്ന് പറയുന്നത്. തറ, ഡ്രെയിനേജ് ഉപകരണങ്ങൾ തുടങ്ങിയ നിർജീവീയ വസ്തുക്കളിൽ ഉപയോഗിക്കുന്നവയാണ് ഡിസിൻഫെക്റ്റന്റുകൾ. തറ, ഡ്രെയിനേജ് ഉപകരണങ്ങൾ തുടങ്ങിയ നിർജീവീയ വസ്തുക്കളിൽ ഉപയോഗിക്കുന്നവയാണ് എന്ത്? ഡിസിൻഫെക്റ്റന്റുകൾ. ഒരേ പദാർത്ഥത്തിൽ തന്നെ ഗാഢത വ്യത്യാസപ്പെടുത്തി ആന്റിസെപ്റ്റിക്കുകളായും ഡിസിൻഫെക്റ്റന്റുകളായും ഉപയോഗിക്കാവുന്നതാണ്. ഒരേ പദാർത്ഥത്തിൽ തന്നെ എന്താണ്? ഗാഢത വ്യത്യാസപ്പെടുത്തിയിട്ട് നമുക്ക് ആന്റിസെപ്റ്റിക്കുകളായിട്ടും ഡിസിൻഫെക്റ്റന്റുകളായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. 73ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്ര? ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? 2n² ആണ് അല്ലെ. 2n². ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നതാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയാണ് എന്ത്? ഓർബിറ്റ്. ഒരാറ്റത്തിലെ ഷെല്ലുകൾ ഏതൊക്കെയാണ്? K, L, M, N. ഏതൊക്കെയാണ് ഷെല്ലുകൾ? K, L, M, N. ഓർബിറ്റ് എന്ന ആശയം കണ്ടെത്തിയത് നീൽസ് ബോർ ആണ്. ഓർബിറ്റ് എന്ന ആശയം കണ്ടെത്തിയത് ആരാണ്? നീൽസ് ബോർ. ഓരോ ഓർബിറ്റുകൾക്കും നിശ്ചിത അളവ് ഊർജം ഉണ്ടായിരിക്കും. ഓരോ ഓർബിറ്റുകൾക്കും നിശ്ചിത അളവ് ഊർജം ഉണ്ടായിരിക്കും. ഫാദർ ഓഫ് പീരിയോഡിക് എന്നറിയപ്പെടുന്ന ആരാണ്? അത് ദിമിത്രി മെൻഡിലേവ് ആണ്. ഫാദർ ഓഫ് പീരിയോഡിക് എന്നറിയപ്പെടുന്നത് ദിമിത്രി മെൻഡിലേവ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്, ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് എന്നറിയപ്പെടുന്ന ആരാണ്? ഹെൻറി മോസ്ലി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 74. ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതെല്ലാമാണ്?
ഒന്ന്, ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മോസ്ലി ആണ്. നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളു അല്ലെ. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി. 2, ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെൻഡലീവ് ആണ്. തെറ്റാണ്. 3, ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ആറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 4, ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. അത് തെറ്റായിട്ടുള്ളതാണ്. അപ്പോ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ക്ഷമിക്കണം, ശരിയല്ലാത്തതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? 2ഉം 4ഉം. ഓപ്ഷൻ ബി, 2ാമത്തെയും 4ാമത്തെയാണ് ശരിയല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 75, ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ 2 സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്ര? ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ 2 സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. H2O2 ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. H2O ജലം. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? അത് +1 ആണ്. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +1ഉം ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. അപ്പൊ ഇവിടെ തുക വരുന്നത് -3 എന്ന് വരും. ഓപ്ഷൻ സി, -3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +1ഉം ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. H2O2 ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. H2 ആണ് ജലം. അതിൽ കൊടുത്തു വരുമ്പോഴേക്കും നമുക്ക് -3 എന്ന് കിട്ടും. 76ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഏതാണ്? ന്യൂട്ടൺ. ബലത്തിന്റെ CGS യൂണിറ്റ് ഏതാണ്? അത് ഡൈൻ. ബലത്തിന്റെ CGS യൂണിറ്റ് ഡൈൻ ആണ്. ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵ ഡൈൻ ആണ്. 10⁵ ഡൈൻ ആണ് ഒരു ന്യൂട്ടൺ. ഊർജത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂള്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എർഗ്. ഊർജത്തിന്റെ SI യൂണിറ്റ് ഏതാണ്? ജൂള്. ഊർജത്തിന്റെ CGS യൂണിറ്റ് ആണ് എർഗ്. ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർഗ് ആണ്. 10⁻⁷ എർഗ് ആണ് ഒരു ജൂൾ. പവറിന്റെ യൂണിറ്റ് ആണ് ഏത്? വാട്ട്. പവറിന്റെ യൂണിറ്റ് വാട്ട്. വൈദ്യുതധാര അഥവാ ഇലക്ട്രിക്കൽ കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംബിയർ. വൈദ്യുതധാര അതിന്റെ യൂണിറ്റ് ആണ് എന്ത്? ആംബിയർ. 77ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യൻ. ഭൂമിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, വാൽ നക്ഷത്രങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് സൗരയൂഥം. സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും, ക്ഷുദ്രഗ്രഹങ്ങള്, കുള്ളൻ ഗ്രഹങ്ങള്, വാൽ നക്ഷത്രങ്ങള് ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? സൗരയൂഥം എന്ന് പറയുന്നത്. സൗരയൂഥത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് പ്രോക്സിമ സെഞ്ചൗറി. സൗരയൂഥത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? പ്രോക്സിമ സെഞ്ചൗറി. സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വാതകം ഏതാ? സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വാതകമാണ് ഹൈഡ്രജൻ. സൂര്യനിലെ വാതകങ്ങളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പെക്ട്രോഗ്രാഫ്. സൂര്യനിലെ വാതകങ്ങളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പെക്ട്രോഗ്രാഫ്. ഇനി ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം അറിയപ്പെടുന്നത് എങ്ങനെയാ? പെരിഹീലിയൻ. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണ് പെരിഹീലിയൻ. അത് ജനുവരി 3 ആണ്. ഭൂമി സൂര്യനോട് ഏറ്റവും അകന്നു പോകുന്ന ദിനമാണ് അബ്ഹീലിയൻ. അബ്ഹീലിയൻ ഏതാണ്? ജൂലൈ 4 ആണ്. പെരിഹീലിയൻ ജനുവരി 3, അബ്ഹീലിയൻ ജൂലൈ 4. 78ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി വികിരണം. ഓപ്ഷൻ എ വികിരണമാണ്. ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്നത് എങ്ങനെയാ? അത് ചാലനം വഴിയാണ്. ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്നത് ചാലനം വഴിയാണ്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്നത് സംവഹനം വഴി. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്നത് ഏതാണ്? സംവഹനം വഴിയാണ്. തന്മാത്രകളുടെ യഥാർത്ഥ ചലനം മൂലമുണ്ടാകുന്ന താപപ്രസരണമാണ് സംവഹനം. തന്മാത്രകളുടെ ചലനം മൂലമുണ്ടാകുന്ന താപപ്രസരണമാണ് ഇത്? സംവഹനം. കരക്കാറ്റിനും കടൽക്കാറ്റിനും ഒക്കെ കാരണം സംവഹനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 79ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏതാണ്?
താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനമല്ലാത്തത്. ഇതില് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത് ഓപ്ഷൻ ഡി, അതാണ് തന്നിരിക്കുന്നത് ദോലന ചലനമല്ലാത്തത്. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിന്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനമാണ് ദോലനം. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിന്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനമാണ് ദോലനം. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ കമ്പനം എന്നും പറയാറുണ്ട്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളാണ് എന്ത്? കമ്പനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 80ാമത്തെ ക്വസ്റ്റ്യൻ. പ്രകാശം കടന്നുപോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഇപ്പൊ ചിത്രം നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. പ്രകാശം കടന്നു പോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കളെ ക്രമീകരിച്ചിരിക്കുകയാണ്. ഇത് ഏതൊക്കെയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഗ്ലാസ് ഷീറ്റ്, കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്. ഏതൊക്കെയാണ്? ഗ്ലാസ് ഷീറ്റ് ആണ് ഒന്നാമത്തേത്, രണ്ടാമത്തേത് കോൺവെക്സ് ലെൻസ് ആണ്, മൂന്നാമത്തേത് കോൺകേവ് ലെൻസ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ആദ്യം തന്നെ പ്രകാശത്തിന് പാതയ്ക്ക് വ്യതിയാനമൊന്നും സംഭവിക്കുന്നില്ല, അത് നേർരേഖയിൽ അങ്ങ് കടന്നു പോവുകയാണ്. അപ്പൊ അത് ഗ്ലാസ് ഷീറ്റ് ആണ്. പിന്നെയോ പ്രകാശരശ്മികൾ പരസ്പരം അടുക്കുന്നുണ്ടല്ലേ അടുത്തതില്. രണ്ടാമത്തെ ചിത്രത്തില് പ്രകാശരശ്മികൾ പരസ്പരം അടുക്കുന്നുണ്ട്. ഏതാണ് പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നത്? കോൺവെക്സ് ലെൻസ് ആണ് പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നത്. മധ്യത്തിൽ കനം കുറഞ്ഞ വക്കുകൾ, കനം കൂടിയ ലെൻസാണ്. മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസാണ് കോൺവെക്സ് ലെൻസ്. അത് പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു. മൂന്നാമത്തെ ചിത്രത്തില് പ്രകാശരശ്മികൾ എന്താണ്? പരസ്പരം അകന്നു പോകുന്നു. അതപ്പോ കോൺകേവ് ലെൻസ് ആണ്. മധ്യത്തിൽ കനം കുറഞ്ഞ വക്കുകൾ, കനം കൂടിയ ലെൻസാണ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് ആണ് പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നത്. അപ്പൊ ഒന്നാമത്തെ ഗ്ലാസ് ഷീറ്റ്, രണ്ടാമത്തത് കോൺവെക്സ് ലെൻസ്, മൂന്നാമത്തത് കോൺകേവ് ലെൻസ്. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, നമ്മള് 10th പ്രിലിംസിന്റെ 6 സ്റ്റേജിലെയും ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വീണ്ടും കാണാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.